ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയതും അഹങ്കരിക്കുന്നവൻ പിശാചിന്റെ വർഗത്തിൽപ്പെട്ടവനാ. ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ അബാ ഫസ്തക്ബറ വകാന മിനൽ കാഫിരീൻ, കാഫിർ വർഗത്തിൽപ്പെട്ട അഹങ്കാരിയായ ആ പിശാചുണ്ടല്ലോ, അവൻ മാത്രമേ സുജൂദ് ചെയ്യാതിരുന്നിട്ടുള്ളൂ. അവൻ ആരാ? ഫസ്തക്ബറ, അഹങ്കാരിയ. അഹങ്കാരികളുടെ ജീവിതം ശൈത്താന്റെ ജീവിതത്തിന് തുല്യമാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ജീവിതത്തിൽ നമുക്കുണ്ടാവേണ്ട സ്വഭാവത്തിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠത അഹങ്കാരമില്ലാത്തൊരു മനസ്സിന്റെ ഉടമയാവുക, അതോടൊപ്പം കോപം നിയന്ത്രിക്കുന്നവരുമാകണം. എടുത്താൽ ഒന്നിന് രണ്ട് തിരിച്ചു മറുപടി പറയുന്ന ഒരു പ്രവണത ഇന്ന് സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ദേഷ്യം ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുന്നവർ, ദേഷ്യപ്പെട്ട് ജയിക്കൽ ഒരു വിജയമായി കാണുന്നവർ, ദേഷ്യം പിടിച്ച പിന്നെ സംസാരിക്കുന്നത് എന്താ എന്നുപോലും ഓർമ്മയില്ലാത്തവർ, നാവുകൊണ്ട് ആരെയും സങ്കടപ്പെടുത്താം എന്ന് ചിന്തിക്കുന്നവർ, നാവുകൊണ്ട് പലരുടെ മാനത്തിനും പ്രയാസങ്ങൾ വരുത്തിയവർ, ഒന്നിന് 10 തിരിച്ചു പറഞ്ഞാലേ ആണത്തമാകൂ, അതേ ഒരു ഭർത്താവിന്റെ ശ്രേഷ്ഠതയാവൂ ഇന്ന് തെറ്റിദ്ധരിച്ച ഭർത്താക്കന്മാരും ആണുങ്ങളും സ്ത്രീകളും ഇന്ന് സമുദായത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഭർത്താക്കന്മാരോട് ദേഷ്യത്തോടെ സംസാരിക്കുന്നവർ, ഒരായുസ് മുഴുവൻ കുടുംബത്തിന് വേണ്ടി കഴുതയെപ്പോലെ ഭാരം വഹിച്ചിട്ടും കുടുംബത്തിൽ പെണ്ണിന്റെ നാവ് കൊണ്ട് മനസ്സമാധാനം കിട്ടാത്തവർ, ആരുമറിയാതെ കുടുംബത്തിന് വേണ്ടി പകലന്തിയോളം കഷ്ടപ്പെട്ടിട്ടും തന്റെ ഭർത്താവിന്റെ നാവിനെ കൊണ്ട് സങ്കടം വരുത്തുന്ന ഭർത്താക്കന്മാർ, ഭാര്യമാർ, അങ്ങനെ പലരും കോപം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. നാട്ടിലൊക്കെ ചിലരെപ്പറ്റി ആളുകൾ പറയാറില്ലേ, ആളൊക്കെ ഉഷാറ, നല്ല നിസ്കാരം, നോമ്പ്, കൊടുക്കാനും താല്പര്യമുണ്ട്, ദീനിന്റെ നടുക്കഷണങ്ങളാ അവരൊക്കെ. പക്ഷേ മൂക്കത്താ ദേഷ്യം. ആ ദേഷ്യമുള്ളവൻ നല്ല വിശ്വാസിയല്ല. ദേഷ്യമുണ്ടോ അവൻ ഈമാനില്ലാത്തവനെന്നാ വിശുദ്ധ ഖുർആനിന്റെ വചനം. ലോകത്തിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി, വിശ്വാസികൾ ഒരിക്കലും അമിതമായി കോപിക്കുകയില്ല. അവര് കോപിക്കും അള്ളാന്റെ ദീനിനു വേണ്ടി മാന്യമായ നിലക്ക്. ഒരു യുദ്ധവേളയിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു ശത്രുവുമായി യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നു. സഹാബാക്കൾ ചുറ്റും കൂടി നിന്ന് പറഞ്ഞു, അലി, അവൻ ഇസ്ലാമിന്റെ കൊടിയ ശത്രുവാ, അവനെ പരാജയപ്പെടുത്തണം. വാശിയേറിയ യുദ്ധത്തിനിടയിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വാളിന്റെ വെട്ടേറ്റ് ശത്രുവിന്റെ വാള് തെറിച്ചു. ഉടനെ അലി ഇബ്നു അബീ ത്വാലിബിന്റെ മുൻപിൽ ആ ശത്രു മണലിലേക്ക് കമന്നടിച്ചു വീണു. ഊരിപ്പിടിച്ച വാളുമായി ശത്രുവിന്റെ കഴുത്തിന്റെ നേരെ വാളുങ്ങാൻ നിൽക്കുമ്പോ ചുറ്റുള്ള സഹാബത്ത് വിളിച്ചു പറഞ്ഞു, ഉക്കുത്തുൽ, അലി കൊല്ലണം, ഇസ്ലാമിന്റെ ശത്രുവാണ് അവൻ. ഓഞ്ഞോങ്ങുന്ന വാളിനിടയിൽ കിടക്കുന്ന ശത്രു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് തുപ്പി. ഊരിപ്പിടിച്ച വാള്, ദേഷ്യത്തോടെ വീശിയെടുത്ത വാള് പിന്നീട് തന്റെ ഉറയിലേക്ക് തിരികെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നടന്നു. സഹാബാക്കൾക്ക് അത്ഭുതം തോന്നി. റസൂലുള്ളാഹിന്റെ അരികിൽ ചെന്നവർ പരാതി പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, അലി ശത്രുവിനെ കൊന്നില്ല. ഊരിപ്പിടിച്ച വാളുമായി കൊല്ലാനുള്ള സൗകര്യം കിട്ടിയിട്ടും അലി കൊന്നില്ല നബിയെ, കാരണം അന്വേഷിക്കണം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ അടുത്തേക്ക് വിളിച്ച് അള്ളാന്റെ തിരുദൂതൻ ചോദിച്ചു, അലി, എന്തുകൊണ്ടാ മോനെ നീ കൊല്ലാതിരുന്നത്? സങ്കടത്തോടെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകരെ, അവനോട് യുദ്ധം ചെയ്യുമ്പോ അവന്റെ വാള് തെറിച്ചു പോയി മണലിലേക്ക് വീഴുന്നത് വരെ അവൻ ഇസ്ലാമിന്റെ ശത്രുവായിരുന്നു. അങ്ങനെയേ ഞാൻ അവനെ കണ്ടിട്ടുള്ളൂ, ഇസ്ലാമിന്റെ ശത്രു, മുസ്ലിമീങ്ങളുടെ ശത്രു. പക്ഷേ പ്രവാചക, ഞാൻ അവന്റെ കഴുത്തിന്റെ നേരെ വാള് പിടിച്ചപ്പോ അവൻ എന്റെ മുഖത്തേക്ക് തുപ്പി നബിയെ. ആ തുപ്പൽ എന്റെ മുഖത്ത് വീണപ്പോ എന്റെ കൈക്കൊരു ശക്തി കൂടിയതുപോലെ എന്റെ മുഖത്തേക്ക് തുപ്പിയത് കൊണ്ടാണോ ഞാൻ അവനെ കൊല്ലുന്നത് എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി റസൂലേ. എന്റെ കൈക്ക് ആ ദേഷ്യം കൂടിയതുപോലെ, എന്റെ കൈക്കൊരു പ്രത്യേക ദേഷ്യം വന്നതുപോലെ, അങ്ങനെ എങ്ങാനും ഞാൻ അവനെ കൊന്നാൽ അള്ളാന്റെ പരലോകത്ത് ദേഷ്യം കൊണ്ട് അവനെ കൊന്നവനായി അള്ളെന്നെ പരിഗണിച്ചാലോ റസൂലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ കുറ്റവാളിയായി പോകും. എനിക്ക് തോന്നി പ്രവാചക, ആ സമയത്ത് ഞാൻ അവനെ കൊന്നാൽ ഇസ്ലാമിന്റെ ശത്രുവിനേക്കാൾ ഏറെ ഞാൻ അവനെ വെറുക്കാനുള്ള കാരണം എന്റെ മുഖത്തേക്ക് അവൻ തുപ്പിയത് കൊണ്ടാണോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി നബിയെ. അതുകൊണ്ടാ ഞാൻ അവനെ കൊല്ലാതിരുന്നത്. ആലോചിച്ചു നോക്കൂ, അത്രമാത്രം കോപം നിയന്ത്രിച്ചവർ ആ മുസ്ലിം സമുദായത്തിന്റെ ഇന്നത്തെ കുടുംബങ്ങളുടെ അവസ്ഥയോ? വൽ ഖാദിമീനൽ ഗൈള, വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് ഓർമ്മപ്പെടുത്തി, വിശ്വാസികളുടെ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഒരു ലക്ഷണം അവർ കോപം നിയന്ത്രിക്കുന്നവരായിരിക്കും, ദേഷ്യം നിയന്ത്രിക്കുന്നവരായിരിക്കും. സഹിക്കാനാവാത്ത പലതും ജീവിതത്തിൽ നേരിടേണ്ടി വരുമ്പോ കൈകൊണ്ടോ നാവുകൊണ്ടോ
ഒരാൾക്കും സങ്കടം വരുത്താത്തവർ ലോകത്തിന്റെ തിരുദൂതന്റെ അരികിൽ വന്ന് അതുകൊണ്ടൊരു സഹാബി ചോദിച്ച സന്ദർഭം, അള്ളാഹുവിന്റെ തിരുദൂതരെ, ഔസീനി ബിൽ ജന്ന, എനിക്ക് സ്വർഗം വേണം നബിയെ, എനിക്കൊരു ഉപദേശം തരണം. അള്ളാന്റെ തിരുദൂതൻ എന്തേ പറഞ്ഞത്? കൃത്യമായിട്ട് അവ്വൽ വക്തിന് പള്ളി ചെന്ന് ജമാഅത്തിന് നിസ്കരിച്ചോ, നാട്ടിൽ നല്ല ദീനീ പ്രവർത്തകനായി കൂടിക്കോ, അല്ലെങ്കിൽ നീ നിന്റെ കയ്യിലുള്ളത് കോടികൾ ചെലവാക്കിക്കോ എന്നല്ല. ഓരോ മുസ്ലിങ്ങളും ചിന്തിക്കണം, ഭാര്യയോട് ദേഷ്യപ്പെട്ടാലും, പള്ളിക്കാരനോട് ദേഷ്യപ്പെട്ടാലും, റോട്ട് വക്കിൽ ദേഷ്യപ്പെട്ടാലും, രാത്രി ഒന്ന് എതിര് വരുന്ന വാഹനം ഡിമ്മടിക്കാൻ സമയം വൈകിപ്പോയതിന്റെ പേരിൽ ഡോറും തുറന്ന് അവനെ കൊലയാട്ട് വിളിക്കുന്നവർ, റോഡ് സൈഡിൽ സങ്കടങ്ങളോടെ സംസാരിക്കുന്നവർ, പല രംഗത്തും ദേഷ്യം എന്തിന്റെ പേരിലാണെങ്കിലും ആ ദേഷ്യം കൊണ്ടു നടക്കുന്നവര് ചിന്തിക്കട്ടെ, ഔസീനി ബിൽ ജന്ന, റസൂലേ എനിക്ക് സ്വർഗം വേണം, ഇനി ഒന്ന് ഉപദേശിക്ക് താങ്കൾ. അള്ളാന്റെ തിരുദൂതൻ പറഞ്ഞു, ലാ തഗ്ളബ്, കോപിക്കരുത്. വീണ്ടും സഹാബി ചോദിച്ചു, ഔസീനി, വീണ്ടും നബിയെ എനിക്കെന്തെങ്കിലും ഉപദേശം താ. ലാ തഗ്ളബ്, നീ കോപിക്കരുത്. 3 തവണയാ അള്ളാഹുവിന്റെ തിരുദൂതൻ ആ സന്ദർഭം വിശദീകരിച്ചത്. അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു തആല ഓർമ്മപ്പെടുത്തിയതും അൽ ഗളബു മിനശ് ശൈത്വാൻ, ദേഷ്യം പിശാചിന്റെ സ്വഭാവമാ. ഇന്ന് പല കുടുംബങ്ങളിലും നാവ് നിയന്ത്രിക്കാത്ത ഭർത്താക്കന്മാരുണ്ട്, ഭാര്യമാരുണ്ട്. കെട്ടിയ പെണ്ണിനെ നാവ് കൊണ്ട് വേദനിപ്പിക്കുന്നവർ, കെട്ടിയ പെണ്ണിന്റെ മരിച്ചുപോയ വാപ്പാനെ വരെ ചീത്ത പറയുന്നവർ, പെണ്ണിനെയൊക്കെ നിയന്ത്രിക്കേണ്ടത് നാവ് കൊണ്ടാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഭർത്താക്കന്മാർ, തിരിച്ചു പറയാൻ കഴിവില്ലാത്തതിന്റെ പേരിൽ എന്റെ മഹർ കെട്ടിയ പെണ്ണിന്റെ കഴുത്തിൽ ഉണ്ടായിപ്പോയതിന്റെ പേരിൽ ഞാനെങ്ങാനും വേണ്ടെന്ന് വെച്ചാൽ ജീവിതമില്ല എന്ന പൂർണ്ണ ബോധ്യം എനിക്കും ആ പെണ്ണിനുമുള്ളത് കൊണ്ട് തന്നെ പെണ്ണിനെ മാത്രം ജയിക്കുന്ന നാണം കെട്ട ഭർത്താക്കന്മാരുണ്ട്. നാവ് കൊണ്ട് ചീത്ത പറയുന്നവർ, ഒന്ന് പറഞ്ഞാൽ 2 ചീത്ത, ഒന്ന് ചെയ്താൽ 2 ചീത്ത. പല ഭാര്യമാരും സങ്കടം പറയാറുണ്ട്, എന്ത് ചെയ്തു കൊടുത്താലും ഉസ്താദെ, ചിലപ്പം മരിച്ചോയ വാപ്പാനെ പറയും, മരിച്ചോ എന്റെ ഉമ്മാനെ പറയും, ഉമ്മാന്റെ നോക്കല് കുറവാ, വാപ്പാന്റെ വളർത്തു ദോഷമാ എന്നൊക്കെ മരിച്ചു കിടക്കുന്ന, മരിച്ചുപോയ വാപ്പാനെയും ഉമ്മാനെയും മുൻനിർത്തി പന്നിയെന്നും പട്ടിയെന്നും നായയെന്നും ശരീരത്തിലെ രോമങ്ങൾ വരെ പരിചയപ്പെടുത്തുമ്പോ സിബാബിൽ മുസ്ലിം ഫുസൂക്കുൻ, അങ്ങനെ ചീത്ത പറയുന്ന ഒരു കോപിക്കുന്നവനാണ് നീയെങ്കിൽ നീയാണോ തെമ്മാടി? കുടിയനല്ല തെമ്മാടി, വലിയനല്ല തെമ്മാടി, കാട്ടുകൂടെ ഉടുക്കാതെ നടക്കുന്നവനല്ല തെമ്മാടി. സിബാബിൽ മുസ്ലിം ഫുസൂക്കുൻ, നീയാ തെമ്മാടി, നാണം കെട്ട തെമ്മാടി. അതുകൊണ്ടാ മുസ്ലിമീങ്ങളെ പലർക്കും മൂക്കിന്റെ തുച്ഛത്താ ദേഷ്യം. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തതിന് ചാടിക്കളിച്ചാലേ, ദേഷ്യപ്പെട്ടാലേ അതൊരു പവറാകുന്നുള്ള തോന്നലുണ്ടെങ്കിൽ അത് ശൈത്താന്റെ പ്രേരണയാ. ശൈത്താൻ നശിപ്പിക്കുക നമ്മളെ. നിന്റെ ദേഷ്യം നിനക്കൊരു അലങ്കാരമാണെന്ന് തോന്നലുണ്ടാക്കുകയാ. അള്ളാഹുവിന്റെ തിരുദൂതനോ സഹിക്കാനാവാത്ത പല വാക്കും ശത്രുക്കളിൽ നിന്നുണ്ടായിരുന്നിട്ടുകൂടി അള്ളാന്റെ തിരുദൂതൻ കാണിച്ച ക്ഷമ, റസൂലുള്ളാന്റെ അത്ര പവർ ഉണ്ടോ നമ്മൾക്ക്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്ര തറവാട് മഹിമയുണ്ടോ നമ്മൾക്ക്? അള്ളാന്റെ തിരുദൂതൻ കെട്ടി അത്ര കെട്ടിയിട്ടുണ്ടോ നമ്മള്? അള്ളാന്റെ തിരുദൂതന്റെ അത്ര സൗന്ദര്യം ഉണ്ടോ നമ്മൾക്ക്? അള്ളാന്റെ തിരുദൂതൻ സഹിച്ചതുപോലെ സഹിച്ചിട്ടുണ്ടോ നമ്മള്? അള്ളാന്റെ തിരുദൂതൻ ഒരിക്കൽ മദീനത്തൊരു യുദ്ധത്തിന് ശേഷം ഗനീമത്ത് സ്വത്തുകൾ, യുദ്ധത്തിന് ബാക്കി കിട്ടിയ സ്വത്തുക്കൾ ഇങ്ങനെ വീതിച്ചു കൊടുക്കുക. ആ കൂട്ടത്തിൽ ഒരു സഹാബിക്ക് വീതിച്ചു കൊടുത്തപ്പോ അദ്ദേഹത്തിന്റെ കാഴ്ചയിൽ അത് കുറഞ്ഞുപോയി, കിട്ടിയത് കുറവാന്ന് ചിന്തിച്ചുപോയി. ഉടനെ അദ്ദേഹം ദേഷ്യത്തോടെ പറഞ്ഞു, യാ മുഹമ്മദ്, മുഹമ്മദേ, എന്റെ വാപ്പന്റെ മുതലൊന്നും അല്ലല്ലോ ഇങ്ങനെയൊക്കെ തരാൻ, എന്താ എനിക്ക് കുറച്ച് തന്നത്? എന്റെ വാപ്പാന്റെ മുതലായത്? സ്വന്തം വാപ്പാനെ പറഞ്ഞ ആർക്കാ മനുഷ്യരെ സഹിക്കുക? പുഞ്ചിരിയോടെ അള്ളാന്റെ തിരുദൂതൻ പറഞ്ഞു, സഹോദരാ, നിന്റെ വാപ്പന്റേതായിരുന്നെങ്കിൽ നീ ആഗ്രഹിക്കുന്ന അത്ര എനിക്ക് ഞാൻ തിരിയായിരുന്നു. പക്ഷെ ഇത് യുദ്ധാർജിത സ്വത്താ, ഗനീമത്ത് സ്വത്താ, അള്ള ചോദ്യം ചെയ്യുന്ന സ്വത്താ. അത് കണക്കനുസരിച്ച് കൊടുക്കാൻ പറ്റൂ. എത്ര ക്ഷമ! ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തതിന് കുടുംബത്തിലും മക്കളോട് വരെ തോന്നിയാസങ്ങൾ പറയുന്ന വാപ്പാരുണ്ട്, ഉമ്മാനോടും വാപ്പാനോടും തോന്നിയാസം പറയുന്ന മക്കളുണ്ട്. അല്ലെങ്കിൽ സമൂഹത്തിൽ, കുടുംബത്തിൽ, നാട്ടില് ഒരൽപ്പം ക്ഷമ കാണിച്ചാൽ ഒരുപാട് സ്വസ്ഥത കിട്ടാവുന്ന സന്ദർഭത്തിൽ നാവുകൊണ്ട് മാത്രം പല ബന്ധങ്ങളും ഒരുപാട് അകന്നുപോയിട്ടുണ്ട്. ചെറിയ ചെറിയ വാക്കുകളെ കൊണ്ട് തുടങ്ങി വലിയ വലിയ വാക്കുകളെത്തി ഇപ്പോഴും കുടുംബങ്ങൾ അകലത്തിലാണെങ്കിൽ ജീവിതത്തിന്റെ ഒരു സെക്കൻഡ് പോലും അള്ളാന്റെ തിരുദൂതൻ ദുനിയാവിൽ അമിതമായി കോപിച്ചിട്ടില്ല. അതുകൊണ്ടാ അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചതും ലാ തഗ്ളബ്, വിശ്വാസികൾക്കുണ്ടാവേണ്ട സ്വഭാവം കോപിക്കാതിരിക്കുക എന്നുള്ള. ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയതും അഹങ്കരിക്കുന്നവൻ പിശാചിന്റെ വർഗത്തിൽപ്പെട്ടവനാ. ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ അബാ ഫസ്തക്ബറ വകാന മിനൽ കാഫിരീൻ,
കാഫിർ വർഗത്തിൽപ്പെട്ട അഹങ്കാരിയായ ആ പിശാചുണ്ടല്ലോ, അവൻ മാത്രമേ സുജൂദ് ചെയ്യാതിരുന്നിട്ടുള്ളൂ. അവൻ ആരാ? ഫസ്തക്ബറ, അഹങ്കാരിയ. അഹങ്കാരികളുടെ ജീവിതം ശൈത്താന്റെ ജീവിതത്തിന് തുല്യമാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ